ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ മീനാക്ഷി മാധവമംഗലത്തുണ്ടാകും എന്ന് കരുതി ഗിരി പോലീസുകാരെയും കൊണ്ട് റെയ്ഡിനെത്തിയിരിക്കുകയാണ്. എന്നാൽ സാഹിറ ഇതിനോടകം തന്നെ ഇന്ദ്രജയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. റെയ്ഡ് എന്ന പേരിൽ ചുമ്മാ അകത്തേക്ക് കയറിയിരുന്ന് ഇന്ദ്രജയുമായി സംസാരിക്കുകയാണ് സാഹിറ. എന്താണെങ്കിലും മീനാക്ഷി ഇനി ഇവിടുന്ന് പോകാനേ പോകുന്നില്ല. എല്ലാ ദിവസവും അവളെ ഇങ്ങനെ മയക്കി ഞാൻ ഇവിടെ തന്നെ ഇട്ടോളാം. ഇനി മാധവമംഗലത്തിന്റെ പുറത്തേക്ക് ഒരു ചുവടുവെപ്പ് അത് മീനാക്ഷിക്കുണ്ടാകില്ല. ഇനി അവൾ ഇന്ദ്രജയുടെ മകളായി ഈ വീട്ടിൽ തന്നെ വളരുമെന്നൊക്കെ ഇന്ദ്രജ പറയുമ്പോൾ അത് തന്നെയാ എനിക്ക് വേണ്ടതെന്നും ആ കാർത്തി അവൻ കരയുന്നത് മാത്രം എനിക്ക് കണ്ടാൽ മതിയെന്നും സാഹിറയും പറയുന്നു. തുടർന്ന് സാഹിറയും ഇന്ദ്രജയും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇവിടെ മീനാക്ഷിയൊന്നുമില്ലെന്ന് സാഹിറ പറയുമ്പോൾ ഗിരി പറയുകയാണ്, എന്താണെങ്കിലും മീനാക്ഷി ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇവരുടെ ആളാണെന്നും എനിക്ക് നന്നായി തന്നെ അറിയാം. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഗിരി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗിരി നന്ദിനിയുടെയും സച്ചിയുടെയും അർച്ചനയുടെയും അടുത്തേക്ക് ചെല്ലുന്നതാണ്. റെയ്ഡിന് ചെന്ന കാര്യവും എന്നാൽ മീനാക്ഷിയെ അവിടെങ്ങും കാണാൻ പറ്റാത്ത കാര്യവും ഒക്കെ തന്നെ ഗിരി എല്ലാവരോടും പറയുന്നു. അതേസമയമാണ് കോൺസ്റ്റബിൾ കൃപ നന്ദിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. റെയ്ഡിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഒരു മുറിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും അത് മീനാക്ഷിയാണോ എന്ന് അറിയില്ല എന്നും കൃപ പറയുന്നു. ഫോൺ വെച്ചുകൊണ്ട് തന്നെ നന്ദിനി എല്ലാവരോടും ഈ കാര്യം പറയുകയാണ്. ഇനി റെയ്ഡ് എന്ന പേരിൽ മാധവമംഗലത്തേക്ക് കയറി ചെല്ലാനാകില്ലെന്ന് ഗിരി പറയുമ്പോൾ എന്തെങ്കിലും വഴി ഉടനെ നോക്കണമെന്ന് നന്ദിനിയും പറയുന്നു. അപ്പോഴാണ് മാധവ മേനോൻ നന്ദിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. മോളെ നന്ദിനി, മീനാക്ഷി ഇവിടെയുണ്ടെന്നും ആ ഇന്ദ്രജ മീനാക്ഷിയെ ബോധം കെടുത്തിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നതും എന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ മാധവ മേനോൻ നന്ദിനിയെ വിളിച്ചറിയിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദിനി. തുടർന്ന് മാധവ മേനോൻ മീനാക്ഷിയെ കണ്ടെത്താനായി ഒരു നാടകം കളിക്കാമെന്നും തനിക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് അഭിനയിക്കാമെന്നും ആ സമയത്ത് ഇന്ദ്രജയും കുട്ടി ഹോസ്പിറ്റലിൽ എത്താമെന്നും ഒക്കെ തന്നെ പ്ലാൻ ചെയ്യുകയാണ് ഇരുകൂട്ടരും. പ്ലാൻ പ്രകാരം തന്നെ മാധവ മേനോൻ നെഞ്ചുവേദന അഭിനയിക്കുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പകരം ഡോക്ടറെ വിളിച്ചു വരുത്താമെന്ന് പറയുകയാണ് ഇന്ദ്രജ. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ വിളിച്ചു വരുത്തിയ ഡോക്ടറെ വഴിയിൽ വെച്ച് തടയുന്ന കൃപയെയാണ്. ആ ഡോക്ടറിന് പകരമായി അർച്ചനയെ ഡോക്ടറുടെ കാറിൽ ഇന്ദ്രജയുടെ വീട്ടിലേക്ക് അയക്കുകയാണ് കൃപ. അർച്ചന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അർച്ചനയെ കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് ഇന്ദ്രജ. ആരാണെന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ അത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടാ ഞാൻ വന്നതെന്നും ഞാനും ഒരു ഡോക്ടർ തന്നെയാണെന്നും അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന ഇന്ദ്രജ സംശയത്തോടെ ഡോക്ടറുടെ ഫോണിലേക്ക് വിളിക്കാൻ ശ്രമിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.